സൈക്കോമെട്രിക് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ വേയിൽ തന്നെയാണ് സോൾവ് ചെയ്യുന്നത് എല്ലാ പ്രോബ്ലംസും. ഒന്നെങ്കിൽ they will ask you to find out by using the psychometric chart or without psychometric chart. Without psychometric chart ആകുമ്പോഴത്തേക്ക് we have to depends on the steam table as well as the equations. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്യാതെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. സ്റ്റീം ടേബിൾ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് സ്റ്റീം ടേബിൾ കയ്യിലുണ്ടായിരിക്കണം, റെഫ്രിജറേഷൻ ടേബിളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് 30 degrees Celsius dry bulb condition and 75% relative humidity enters a cooling coil at the rate of 200 meter cube per minute. അപ്പോൾ നിങ്ങൾ ഓരോ പ്രോബ്ലംസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ 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 ഡേറ്റാസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പ്രോബ്ലത്തിൻ്റെ ലെവൽ സ്റ്റാൻഡേർഡ് കൂടുന്നതനുസരിച്ചായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ആ പുതിയ ഡേറ്റാസ് കിട്ടുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും നിങ്ങളുടെ സൊല്യൂഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനുശേഷം വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. കാര്യം എഴുതി പഠിക്കുകയോ പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്താലോ നോക്കി പഠിക്കരുത്. വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. Cooling coil at the rate of 200 meter cube per minute. The coil dew point temperature is 14 degrees Celsius and the bypass factor of the coil is 0.1. Determine the temperature of air leaving the cooling coil. The capacity of the cooling coil in tons of refrigeration and in kilowatts. 3. The amount of water vapor removed per minute and the sensible heat factor of the process. നിങ്ങൾക്ക് 4 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വരുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 30 degrees Celsius ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 75% തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് 200 ആണ് തന്നിരിക്കുന്നത്, 200 meter cube per minute. Then dew point temperature, that is the cooling temperature, cooling coil temperature തന്നിട്ടുണ്ട്, that is 14 degrees Celsius. Bypass factor is given as 0.1. Okay, they are asked to find out the travel temperature air leaving the cooling coil. അപ്പം ഒരു കൂളിംഗ് കോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ബൈപാസ് ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ അതിനകത്ത് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് യൂസ് ചെയ്യാം, സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ദ ഇനിഷ്യൽ കണ്ടീഷൻ ഓഫ് ദ എയർ. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, dry bulb temperature ഉണ്ട്, relative humidity ഉണ്ട്. So by using the dry bulb temperature and the relative humidity, we can find out the 0.1 in the figure from the psychometric chart and the dew point temperature of the entering air at 1. Okay, അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ 30 degree ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 75 ആണ്. സോ സൈക്കോമെട്രിക് ചാർട്ടിനകത്ത് ഈ 2 പോയിന്റ്സും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അവർ പറഞ്ഞിട്ടുണ്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 degree ആണ്. അപ്പോൾ 14 degrees Celsius ഡ്രൈ ബൾബിൽ നിന്ന് നേരെ മുകളിലോട്ട് വരുന്ന ലൈൻ നമ്മുടെ സാച്ചുറേഷൻ ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് കൂളിംഗ് കോയിലിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം നമ്മൾ 4ഉം കൂടെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂളിംഗ് കോയിലിൽ നിന്ന് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായാലും കൂളിംഗ് കോയിലിനെക്കാളും കുറവായിരിക്കും. അതെന്ന് പറയുന്നത് ഈ 1-4 ലൈനിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും, നമുക്കതറിയത്തില്ല. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനിഷ്യൽ പോയിന്റ് അറിയാം, കൂളിംഗ് കോയിലിൻ്റെ പോയിന്റ് അറിയാം, 4. അത് രണ്ടും കൂടെ നമ്മൾ സൈക്കോമെട്രിക്കിനകത്ത് വരയ്ക്കും. ഓക്കെ, so here from the psychometric chart, the dew point temperature of the entering air at 0.1 is TD point is equal to 25.2 കിട്ടും. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എയറിൻ്റെ 30 degrees Celsius എന്ന് പറയും, അതിൻ്റെ ഡ്യൂ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓൾറെഡി ആ പോയിന്റിൽ നിന്ന് ഡ്യൂ പോയിന്റ് ലൈനിലേക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടും, ദാറ്റ് ഈസ് 25.2 കിട്ടും. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സിൻസ് ദ കോയിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓർ ADP ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് ദ എൻറ്ററിംഗ് എയർ, therefore it is a process of cooling and dehumidification. So how we are recognizing which type of process is, നമുക്ക് കിട്ടിയിരിക്കുന്ന വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25.2 ആണ്. നമുക്ക് കൂളിംഗ് കോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 degrees Celsius ആണ്. 14 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇവിടെ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായാലും കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, സോ വി നോ ദ ബൈപ്പാസ് ഫാക്ടർ. വി നോ കൂളിംഗ് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബൈപ്പാസ് ഫാക്ടർ നമുക്കറിയാം TD2 മൈനസ് TD4 ഡിവൈഡ് ബൈ TD1 മൈനസ് TD4. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? TD2 കിട്ടും. അതാണ് കൂളിംഗ് കോയിൽ പാസ് ചെയ്ത് പോകുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നീട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കപ്പാസിറ്റി ഓഫ് ദ കൂളിംഗ് കോയിലാണ്. സോ ദ റിസൾട്ടിംഗ് കണ്ടീഷൻ ഓഫ് ദ എയർ കമ്മിങ് ഔട്ട് ഓഫ് ദ എയർ ഈസ് ഷോൺ ബൈ ദ പോയിന്റ് 2. ഈ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 15.6 നമുക്ക് സൈക്കോമെട്രിക്കിൽ നിന്ന് മാർക്ക് ചെയ്ത് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്, അതായത് ഈ നമ്മൾ 1.4 എന്ന് പറയുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ കഴിഞ്ഞ് വരുന്ന എയറിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1.4. Okay, then the line 1.2 represents the cooling. 1.2 represents the cooling. 1 എന്ന് പറയുന്നത് 1 നിന്ന് 2ലേക്ക് വരുന്നത് കൂളിംഗ് പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈ 1.2 എന്ന് പറയുന്നത് ആക്ച്വലി എന്തൊക്കെ ചേരുന്നതാണ്? ഒരു പോയിന്റ് എടുക്കണം, 1A ആൻഡ് 2A. അതായത് 1-2A എന്ന് പറയുന്നത് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും A-2 എന്ന് പറയുന്നത് എന്താണ്? കൂളിംഗ് പ്രോസസ്സുമാണ്. അങ്ങനെയാണ് വരുന്നത് ആക്ച്വലി. ഓക്കെ, ദ വാട്ടർ വേപ്പർ ഇൻ ദ എയർ, വാട്ടർ വേപ്പർ ഇൻ ദ എൻറ്ററിങ് എയർ ഓർ ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് ദ എൻറ്ററിങ് പോയിന്റ് അറ്റ് 1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ 1ൽ നിന്നുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്തെടുക്കാം. ദെൻ അതേപോലെ 2 എന്ന് പറയുന്ന പോയിന്റിലുള്ളയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഐഡന്റിഫൈ ചെയ്തെടുക്കുക ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട്. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ we can find out the specific volume of the entering air at point 1, that is VS1 എന്ന് പറയുന്നത് പോയിന്റ് 1ൽ നിന്നുള്ള സ്പെസിഫിക് വോളിയം നമുക്ക് അവിടെ തന്നെ ഓൾറെഡി സൈക്കോമെട്രിക് ചാർട്ടിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ദെൻ എൻതാൽപ്പി ഓഫ് ദ എയർ അറ്റ് ദ പോയിന്റ് 1 എടുക്കാം. അതെന്ന് പറയുന്നത് പോയിന്റ് 1ൽ നിന്ന് നേരെ എൻതാൽപ്പി ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻതാൽപ്പി പോയിന്റ് കിട്ടും, 82 കിട്ടും. ദെൻ എൻതാൽപ്പി ഓഫ് ദ എയർ അറ്റ് ദ പോയിന്റ് എ കണ്ടുപിടിക്കുക. ഈ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ഓൾറെഡി ഇവിടുന്ന് വെർട്ടിക്കൽ ലൈനും ഈ ലൈനും കൂടെ ഇവിടുന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എ എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിലുള്ള എൻതാൽപ്പി കണ്ടുപിടിക്കാം, HA കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ എൻതാൽപ്പി ഓഫ് ദ എയർ ലീവിങ് ദ എയർ പോയിന്റ് 2 കണ്ടുപിടിക്കാം. ഓക്കെ, സോ മാസ് ഓഫ് ദ എയർ, ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്, എയറിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് V1/VS1 ആണ്. V1/VS1 ആണ്. സോ V1 ഓൾറെഡി തന്നിട്ടുണ്ട്. VS1 എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുപിടിക്കും. സ്പെസിഫിക് വോളിയം ഓഫ് ദ എയർ എൻ്ററിങ് ദ, സോ വോളിയം ഫ്ലോ റേറ്റ് അറിയാം, സ്പെസിഫിക് വോളിയം അറിയാം. അതിൽ നിന്ന് അത് രണ്ടിൻ്റെയും കൂടെ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് mass of air flowing through the coil എന്ന് പറയുന്നത്. So this equation is also very important for finding the mass of
Mm, can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Is anyone? Yes, നല്ല sir. ഓക്കെ. പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ. Yes, sir. കാണാം. ഓക്കെ. അപ്പം already we know that we know the volume flow rate of air, and this is the specific volume of the air. This is actually we found it from the psychometric chart. So ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഉള്ള മാസ് ഓഫ് എയർ ഫ്ലോയിങ് ത്രൂ ദ കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ. നൗ എന്തിനാ നമ്മളിത് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കപ്പാസിറ്റി ഓഫ് ദ കൂളിംഗ് കോയിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാസ് ഓഫ് ഫ്ലോ റേറ്റ് മാസ് ഓഫ് എയർ ഫ്ലോ റേറ്റ് ആവശ്യമുണ്ട്. ഓക്കെ. Now the cooling capacity of the coil in tons of refrigeration is equal to Ma into H1 minus H2. So H1 value നമുക്കറിയാം ഇനിഷ്യൽ കണ്ടീഷൻ എന്തൽപ്പിയാണ്, H2 എന്ന് പറയുന്ന ഫൈനൽ കണ്ടീഷൻ എന്തൽപ്പിയാണ്. So this equation will give you the capacity of cooling coil in kilowatt. Okay. Then this is actually in kilojoule per minute. Then ഇതിനെ divided by 210 ചെയ്യുമ്പോഴത്തേക്ക് that comes in tonnages of refrigeration. Okay. ദെൻ ഇതിനെ നമുക്ക് ഈ വാല്യൂവിനെ നമുക്ക് കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. സോ ബൈ 60 ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് കംസ് ഇൻ ടു കിലോ വാട്ട് സെക്ഷൻ ആണ്. ഓക്കെ. ഇത്രയുമാണ് ആ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയുണ്ടോ കണ്ടുപിടിക്കാം. ദെൻ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. സോ നമുക്ക് ഓൾറെഡി ഇനീഷ്യൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറിയാം, രണ്ടാമത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറിയാം. So mass of air into W1 by W1 minus W2 will give you the amount of water vapor removed in condition. So ഇതൊരു പുതിയ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ പുതിയൊരു ടേം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. Then sensible heat factor is equal to HA minus H2 divided by H1 minus H2. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ ഓൾ ദ പാരാമീറ്റേഴ്സ് ആർ നോൺ. HA വാല്യൂ നമുക്കറിയാം, H2 ഓൾറെഡി അറിയാം, H1 ആൻഡ് H2 all the values are given. This will give you the sensible heat factor for the process. Okay. സോ ഇതിനകത്ത് വരുന്ന എല്ലാ പ്രോബ്ലംസും പറയുന്നത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു ഫെമിലറൈസ് വിത്ത് ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. RIC ത്രൂ ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. പക്ഷേ കോംപ്ലിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് തെറ്റിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനെ അത്ര സീരിയസ് ആയിട്ട് കാണാതെ വിടും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. 90, 80 ഒക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് RIC എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ് ടു യുവർ അതർ തെർമൽ സയൻസ് പേപ്പേഴ്സ്. അടുത്ത പ്രോബ്ലം. The atmospheric air at 25 degrees Celsius dry bulb temperature and 20 degrees Celsius wet bulb temperature, so we can find out the initial state point, is flowing at the rate of 100 meter cube per minute, that is the V1, through a duct. The dry saturated steam at 100 degrees Celsius is injected to the air stream at the rate of 72 kilogram per hour. So this is for heating or humidification process. Dry saturated steam apply ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ that is for heating or humidification ആണ്. Okay. Calculate the specific humidity and enthalpy of the living air. Also determine the dry bulb temperature, wet bulb temperature,
and relative humidity. So they are asked to find out the drivable temperature again. It means that it is a ഹീറ്റിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. അങ്ങനെ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്തായിരിക്കും അവർ മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അഗെയിൻ വീണ്ടും ഡ്രൈവബിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യൽ ഡ്രൈവബിൾ ടെമ്പറേച്ചർ അറിയാം, ഇനിഷ്യൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, ദെൻ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, സ്റ്റീമിൻ്റെ മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, അതിനെ ഞാൻ കിലോഗ്രാം പെർ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് ദ ലിവിങ് എയർ എന്ന് പറയുന്നത് W2 ആണ്. അപ്പം ഇനിഷ്യൽ 1 കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്രൈവബിൾ ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്ന് നമുക്ക് 2 പോയിന്റുകൾ എടുത്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് ഇനിഷ്യൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടുത്തെ സ്പെസിഫിക് വോളിയം ആണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ സ്പെസിഫിക് വോളിയം നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ VS1 = 0.844 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നേരെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. അവിടെ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും. ദെൻ എൻതാൽപ്പി ഓഫ് ദ എയർ അറ്റ് ദ പോയിന്റ് 1 എന്ന് പറയുന്നത് H1 എന്ന് പറയുന്നത് 31. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നേരെ എൻതാൽപ്പി ലൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ എൻതാൽപ്പിയും കിട്ടും. ഓക്കെ, സോ വി നോ ദ മാസ് ഓഫ് എയർ ഫ്ലോയിങ് എന്ന് പറയുന്നത് നേരത്തെ യൂസ് ചെയ്ത അതേ ഇക്വേഷനാണ്. MA = V1/VS1 എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് എയർ ഫ്ലോയിങ് ത്രൂ ദ സിസ്റ്റം കിട്ടും. ദെൻ W2, that is specific humidity W2 = W1 പ്ലസ് സ്റ്റീം ആണ് സപ്ലൈ ചെയ്യുന്നത്. സ്റ്റീം ഡിവൈഡ് ബൈ എത്ര എയറിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് സെക്കൻഡ് കണ്ടീഷൻ. സോ ദിസ് ഈസ് അനദർ ഇൻട്രൊഡക്ഷൻ ഓഫ് പാർട്ട്. ഇത് വേറെ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് ഓർത്ത് വെച്ചത് എങ്ങനെയാണ് W2 കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, W1 ഓൾറെഡി അറിയാം, MS അറിയാം, മീൻസ് ദാറ്റ് സ്റ്റീം ഫ്ലോ റേറ്റ് എന്ന് അറിയാം, അത് ഡിവൈഡഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ അറിയാം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് ദ സെക്കൻഡ് പോയിന്റ് കിട്ടും. ഈ പോയിന്റിലുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈ പോയിന്റിലുള്ള നമുക്ക് കിട്ടി, ഈ പോയിന്റ് കിട്ടി. ഓക്കെ, പക്ഷേ നമുക്ക് അവിടുത്തെ 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇപ്പം ഈ ലൈനിൽ എവിടെയാണെന്ന് അറിയാം. ഓക്കെ, 2 കിട്ടിയിട്ടില്ല. Now, enthalpy of the air stream leaving. So H2 എന്ന് പറയുന്നതാണ് enthalpy of the air leaving എന്ന് വെച്ചോളൂ. From the steam table, we can find out the enthalpy of dry saturated steam corresponding to 100 degree Celsius is. അതായത് സ്റ്റീം ആണ് എന്തായാലും 100 degree Celsius മേളിലായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്റ്റീമിൻ്റെ എന്തൽപ്പി കണ്ടുപിടിക്കുന്നത് HS = 22,676 കിലോജൂൾ. ഇതൊരു പുതിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സോ ബി കെയർഫുൾ ഹൗ ടു സോൾവിങ് ദിസ് പാർട്ട്. ഓക്കെ, ഇവിടെ വന്ന് നേരെ നിൽക്കും. ഇത് പുതിയ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ദെൻ H2 കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു പോയിന്റ് ഇവിടെ കിട്ടി, W2 കിട്ടി, സ്പെസിഫിക് ആയിട്ട് സെക്കൻഡ് പോയിന്റ് കിട്ടി. ഇനി ഒരു പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? സൈക്കോമെട്രിക് ചാർട്ടിൽ സെക്കൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻതാൽപ്പി H2 കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ എൻതാൽപ്പി വാല്യൂ അറ്റ് 100 degree Celsius എടുത്തു. ഓക്കെ, നൗ H2 = എൻതാൽപ്പി അറ്റ് പോയിന്റ് 2 = H1 പ്ലസ് MS/MA. ഈ ഇക്വേഷൻ അറിയാം. MS എന്ന് പറയുന്നത് മാസ് ഓഫ് സ്റ്റീം സപ്ലൈ, M എന്ന് പറയുന്നത് എയർ സപ്ലൈ ആണ്, ഇൻറ്റു എൻതാൽപ്പി ഓഫ് ദ എയർ എൻതാൽപ്പി ഓഫ് ദ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് H2 എന്ന് പറയുന്ന ഇക്വേഷൻ H2ലുള്ള എൻതാൽപ്പി കിട്ടും. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ദാറ്റ് യു ക്യാൻ സോൾവ് ഇഫ് the steam flow rate is given. ഓക്കെ, H2 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് പോയിന്റ് ഇവിടെ കിട്ടി, സെക്കൻഡ് പോയിന്റ് ഇവിടെ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ H1ഉം H2ഉം W2ഉം കൂടെ പോയിന്റ് കമ്മിറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? സെക്കൻഡ് പോയിന്റ് കിട്ടും. സെക്കൻഡ് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രൈവബിൾ ടെമ്പറേച്ചർ കിട്ടും, അവിടുത്തെ റിലേറ്റീവ് കിട്ടും, അവിടുത്തെ എല്ലാ വാല്യൂസും കിട്ടും. So mark the condition of leaving air on the psychometric chart as point 2 corresponding to the W2 and H2 values. Now from the psychometric chart, corresponding point is 2. The drivable temperature is obtained as 26.1. Then wet bulb temperature is 21.1 and relative humidity is 62%. Once you have this point, all these parameters, all the values according to this point can be found out by using the psychometric chart. അതാണ് ആ പ്രോബ്ലം. ഓക്കെ, now moving to the third problem. അപ്പോൾ ഈ പ്രോബ്ലം കൂടെ ആകുമ്പോഴത്തേക്ക് I will wind up the session. Okay, so an air conditioning system is
is to take an in outdoor air at 10 degrees Celsius and 30 degrees percentage relative humidity at a state rate of 45 meter cube per minute and to condition it to 25 degrees Celsius and 60% relative humidity. അപ്പം വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് 10ഉം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30%ഉമാണ്. അതിൻ്റെ കണ്ടീഷൻ ഞാൻ 25 ഡിഗ്രി സെൽഷ്യസ് 60%ലേക്ക് കൂട്ടണം. അതായത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ് ഞാൻ ചെയ്യേണ്ടത്. The outdoor air is first heated to 22 degrees Celsius. അപ്പം ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിഷ്യൽ പോയിന്റ് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ വരച്ചെടുക്കാം. 1ൽ നിന്നും 7 എടുക്കാം. ആ 1ലെ പോയിന്റ് പറയുന്നത് ആദ്യം 10ഉം അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട്. സോ ആ പോയിന്റ് എനിക്ക് ഡിറ്റർമിൻ ചെയ്യാം. അവിടെ നിന്ന് 22 ഡിഗ്രി സെൽഷ്യസ് വരെ ഞാൻ ആദ്യം ഹീറ്റ് ചെയ്യുന്നു. ദെൻ എനിക്ക് റിക്വയർഡ് കണ്ടീഷൻ 25ഉം 60ഉമാണ്. സോ 25ഉം 60ഉം വെച്ചുള്ള പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഈ പോയിന്റ് വന്നിട്ട് നേരെ ഇങ്ങനെ പോരും. ഓക്കെ, അപ്പം ഇവിടുന്ന് 1ൽ നിന്ന് 2 വരെ ഒരു ഹീറ്റിംഗ് പ്രോസസ്സും 2 to 3 എന്ന് പറയുന്നതാണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, in the heat sink section and then humidified by the injection of hot steam in the humidification section, assuming the entire process takes place at a pressure of 1 bar determined without using the psychrometric chart. അപ്പോൾ ഇവിടെ നമ്മുടെ psychrometric chart യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. So we need to find out the values without using the psychrometric chart. എന്തൊക്കെ കണ്ടുപിടിക്കണം? The rate of heat supply in the heating session and the mass flow rate of heat steam required in the humidifying session. ഇനീഷ്യൽ ഡ്രൈവൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ സൈക്കോമെട്രി തന്നിട്ടുണ്ട്, വോളിയം ഫ്ലോ റേറ്റ് ഓഫ് എയർ തന്നിട്ടുണ്ട്. ദെൻ ഡ്രൈവൽ ടെമ്പറേച്ചർ നമുക്ക് വേണ്ട ഡിസൈഡ് കണ്ടീഷനുള്ള TD3 തന്നിട്ടുണ്ട്, അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട്. ദെൻ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് TD2 ഉണ്ട്, അവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദെൻ ബാരോമെട്രിക് പ്രഷർ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 1 bar എന്നാണ്. സോ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കാം. പക്ഷേ സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. So we have to depend on the equations. So let PV1 is the partial pressure of the, ഇത് നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൻ്റെ രീതി പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. സോ P1 എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ അറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇനീഷ്യൽ പോയിന്റിൻ്റെ നമ്മൾ പാർഷ്യൽ പ്രഷർ എടുക്കുകയാണെന്നുണ്ട്, PV1 ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം ആദ്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേഷൻ പ്രഷർ കണ്ടുപിടിക്കും ആദ്യം. സ്റ്റീം ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് 10 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേഷൻ പ്രഷർ കണ്ടുപിടിക്കും. അതെന്ന് പറയുന്നത് 0.01227 ബാർ ആണ്. അതെടുക്കും. ദെൻ വി നോ ദാറ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി I1 ഈസിക്വൽ ടു ഈ ഒരു വാല്യൂ ഓൾമോസ്റ്റ് നമുക്കറിയാം 30% ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ഈസിക്വൽ ടു PV1 by PS1 ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഈസ് ദ വാല്യൂ ഒബ്റ്റൈൻഡ്. Once you have this value, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് 0.1 കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ദ ഇക്വേഷൻ 0.622 PV1 by PB minus P1. അത് നാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് 0.1 കിട്ടും. ഓക്കെ, ഇനി പ്രഷർ ഓഫ് ദ ഡ്രൈ എയർ എന്ന് പറയുന്നത് നമുക്കറിയാം PB ഈസിക്കൽ ടു PA പ്ലസ് PV1 ആണ് അറിയാം. സോ അതിനകത്ത് നിന്ന് PA അറിയാം, PA കണ്ടുപിടിക്കാൻ പറ്റണം. PB ഈസ് മൈനസ് PV1 നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡ്രൈ എയറിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സ്പെസിഫിക് വോളിയം ഓഫ് ദ ഡ്രൈ എയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ദ തെർമോഡൈനാമിക് ഇക്വേഷൻ VS1 ഈസിക്വൽ ടു RATD1 by PA എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിനകത്ത് നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും? സ്പെസിഫിക് വോളിയം ഓഫ് ദ ഡ്രൈ എയർ കണ്ടുപിടിക്കാൻ പറ്റും. വി ആർ അപ്ലൈയിങ് ദ കണ്ടീഷൻസ് ഫോർ ദ ഡ്രൈ എയർ വാല്യൂസ്. അപ്പം നമ്മൾ ഡ്രൈ എയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് വോളിയം ഓഫ് ദ ഡ്രൈ എയർ കിട്ടും. ദ മാസ് ഓഫ് എയർ ഫ്ലോയിങ്. So once you have this equation, ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ V1 by V1 ആണ്. സോ അതിനകത്ത് എനിക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് എയർ ഫ്ലോയിങ് കിട്ടും. യു നോ ദാറ്റ് എൻതാൽപ്പി ഓഫ് ദ എയർ അറ്റ് 1 ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ഫസ്റ്റ് ഞാൻ ചെയ്ത പ്രോബ്ലം, നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്തുണ്ട് 1.005 TD1 പ്ലസ് W1 ഇൻറ്റു 2500 പ്ലസ് 1.1 TD1 എന്ന ഇക്വേഷൻ. അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? H1 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, then enthalpy of the air at 2, same equation use ചെയ്യുക. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? H2 കണ്ടുപിടിക്കാം. The values are changing TD1 to TD2ലേക്ക് മാറുന്നു. ഓക്കെ, then ഈ W2 എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ W1 ഉം W2 സെയിം ആണ്. കാര്യം ആദ്യം ഹീറ്റിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്, അവിടെ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, then rate of the heat supply in the heating coil is equal to, once you have the mass flow rate of air, then H2 minus H2 is there.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ഹീറ്റ് സപ്ലൈഡ് എന്ന ഹീറ്റിംഗ് സെക്ഷനിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് എന്ത് ചെയ്ത് ഹീറ്റിങ്ങിന് വേണ്ടി കൊടുത്തത്. ദെൻ മാസ് ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് എയർ സ്റ്റീം റിക്വയർഡ് ഇൻ ദ ഹ്യൂമിഡിഫൈയിങ് സെക്ഷൻ. ഇനി എന്താണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. സോ PV3 എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ദ വാട്ടർ വേപ്പർ അറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേഷൻ പ്രഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PS3 = ഫ്രം ദ സ്റ്റീം ടേബിൾ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേഷൻ പ്രഷർ നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. ദെൻ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് PV3 ഡിവൈഡഡ് ബൈ PS3 ആണ്. സാച്ചുറേഷൻ അതായത് വേപ്പർ പ്രഷർ ഡിവൈഡ് ബൈ സാച്ചുറേഷൻ പ്രഷർ ആയിരിക്കും നമുക്ക് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും, അടുത്ത വേപ്പർ പ്രഷർ കണ്ടുപിടിക്കും. കാര്യം 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് നമുക്ക് ഡിസൈഡ് കണ്ടീഷൻ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, once see that value we can find out the specific humidity at that section, that is 0.622 PV3 divided by PV minus PV3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ എനിക്ക് ഡിസൈഡ് കണ്ടീഷനുള്ള എന്ത് കിട്ടും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും. വൺസ് യു ഹാവ് ദാറ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻക്രീസ് മാസ് ഓഫ് സ്റ്റീം റിക്വയർഡ്. മാസ് ഓഫ് സ്റ്റീം റിക്വയർഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഫ്രം 2 to 3, അതായത് 2 മുതൽ 3 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്റ്റീമിൻ്റെ മാസിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്യുക. സോ MA × W3 minus W2 will give you the mass flow rate of steam required. ഇതാണ് ആൻസർ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.